താൻ ആരിലെങ്കിലും എന്തെങ്കിലും പ്രത്യേകത കണ്ടോ? കണ്ടു. എന്നാ അത് പറ. ആ പെൺകുട്ടിന്റെ കഴുത്തിലും കയ്യിലും 10-ലേറെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ആ അത് പറ. ഇതിനല്ലേ ഞാൻ ഇത്രയും ചോദിച്ചത്. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അവന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് 30,000 രൂപ ഇന്നലെ അവൻ വിഡ്രോ ചെയ്തിരിക്കുന്നു. ഈ കാശ് എവിടെ പോയി എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മത്തന് കുത്തിയത് പടവലങ്ങിയാവൂ എന്നുവെച്ചാ മനസ്സിലായില്ല. അപ്പന്റെ മോൻ തന്നെന്ന്. ആര്? ജോമാ കുഞ്ഞോ? ആ, ഇതൊന്നും ഇല്ലെങ്കിലും ഒരാൾക്കല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കല്ലേ അറിയൂ. അപ്പൊ ഇന്നത്തേക്ക് ഞാൻ പൊക്കോട്ടെ. അയ്യോ, നാളെ രാവിലെ ഇങ്ങ് വരണം. അപ്പോ ജോമോ കുഞ്ഞിന്റെ റൂട്ടൊക്കെ ഞാൻ അറിഞ്ഞു വെക്കാം. അയ്യോ, നാളെ രാവിലെ എന്റെ പൊന്നു ചേട്ടാ, എന്നെ ഈ CID പണിയിൽ ഒന്ന് മാറ്റി പഴയ അറ്റൻഡർ പണിയിലേക്ക് ഒന്ന് മാറ്റാൻ പറ. ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ്. അതെല്ലാം അവിടെ തീരുമാനിക്കും. ചെല്ല്. അമ്മാമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? മണി 12 ഞാൻ ഉറങ്ങാൻ കിടന്നതാ. എന്റെ എന്തോ ഒരു കാര്യം ഇവിടെ വെച്ച് ഞാൻ മറന്നുപോയി. എന്ത് കാര്യം? എന്താണെന്ന് ഓർക്കുന്നില്ല. അതൊക്കെ നാളെ രാവിലെ സാവകാശം നോക്കാം. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങി. ഇല്ല മോനെ, ഞാൻ എന്തോ ഇവിടെ വെച്ച് മറന്നു. എനിക്കൊരു സംശയം. എന്താ കാര്യം? ഒന്ന് നോക്കട്ടെടാ മോനെ. കുന്തം പോയാ കൂട്ടത്തിലും തപ്പണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ നോക്കിക്കോളാം. എന്നാലേ ഇതാണ് ആ കാര്യം. ഇതല്ല കുഞ്ഞേ. ആണ് കുഞ്ഞേ. ഈ ബട്ടൺ നോക്കി. ലോകത്ത് ആരെ വേണേലും സംശയിച്ചു, ജോമോനെ മാത്രം സംശയിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ സമാധാനം പറയും. അതിഞ്ഞിതാ അമ്മ വെച്ചോളാം. എന്തിന്? അമ്മ വെച്ചോളാം മോനെ. എന്റെ പൊന്നമ്മേ. അയ്യോ, അല്ല. ഗുഡ് മോർണിംഗ്. വൺ സെക്കൻഡ്. നിങ്ങളുടെ പേര്? കെ ബഷീർ. നമ്മൾ ഇതിനു മുമ്പ് ഇല്ല. അല്ല, കടപ്പുറത്ത് വെച്ച്? ഇല്ല, കടപ്പുറത്ത് വെച്ചില്ല, എവിടെ വെച്ചില്ല. അതിനെ ഓർമ്മിപ്പിക്കണ്ട, അതങ്ങനെ നിന്നോട്ടെ. അതിന്റെ പിന്നിലൊക്കെ വലിയൊരു കഥയുണ്ട് സാർ. ജോമോനെ, ആ ജോമോനെ, ആ നീ ഇഞ്ഞി വന്നേ. ഈ കടപ്പുറത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ നല്ല അന്തസ്സുള്ള ഒരു ബന്ധം ഉണ്ടോ നിനക്ക്? ഞാൻ 3 വർഷം ഈ നാട് വിട്ടു നിന്നുള്ളതുകൊണ്ട് എനിക്കിവിടെ ബന്ധങ്ങളില്ലാണ്ടൊന്നും അമ്മ വിശ്വസിക്കരുത്. എന്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. VIPs അല്ല, VVIPs. അത് നീ മാത്രം പറഞ്ഞാ പോരാ, അമ്മാമ്മയ്ക്കും കൂടെ ബോധ്യാവണം. അത് ഞാൻ അമ്മാമ്മ എങ്ങനെ ബോധ്യപ്പെടുത്തുന്നേ? ഈ വരുന്ന വെള്ളിയാഴ്ച മോന്റെ ബർത്ത്ഡേ ആണ്. നീ അവരെയൊക്കെ വിളിക്ക്. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഒരു 19 ആൾക്കാർ കാണും. അതിനെന്ത്? അവർക്കെല്ലാം കാപ്പ് കൊടുക്കേണ്ടി വരും. കൊടുക്കാം. ചിലപ്പോ ഊണും കൊടുക്കേണ്ടി വരും. ഊണും കൊടുക്കാം. ഞാൻ വിളിക്കാം. പക്ഷെ വയസ്സുകാലത്ത് വേണ്ടാത്ത ഉണ്ടാക്കി വെക്കുക. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്തവണ മോന്റെ ബർത്ത്ഡേ അമ്മാമ്മ അങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ, നീ അവരെയൊക്കെ ഒന്ന് വിളിക്ക്. അമ്മാമ്മോടൊന്ന് കാണട്ടെ. എന്ത് ചെയ്യും? ഞാനാണ് അമ്മാമ്മയുടെ അടുത്ത് അറിയാതെ കയറി ഏറ്റവും പോയി. എങ്ങനെയെങ്കിലും കുറച്ച് VIPs ഒപ്പിച്ചു പറ്റും. അമ്മാമ്മയുടെ മുമ്പിൽ നിനക്ക് ഇവിടുത്തെ കുറച്ച് VIP-കളുമായി ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കണം. അത്രല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തുതരാം, മാന്യമായിട്ട് ചെയ്തുതരാം. ഓക്കെ, നീ ഓടിച്ചല്ലേ. പേഷ്യൻസ് ഈ പേപ്പർ ഒട്ടിക്കാനോ വെളുപ്പിന് 5 മണിക്ക് എന്നെ വിളിച്ചോണ്ടെന്ന്? അതേടാ,
താഴെ പെരുന്നാൾ അമ്മച്ചിയുടെ. അല്ലടാ, നമ്മുടെ ജോമോൻ കുഞ്ഞിന്റെ അമ്മാമ്മ ഒറ്റയ്ക്കായതിനു ശേഷം ആദ്യമായിട്ടാ ഈ വീട് ഇങ്ങനെ ഒന്ന് അലങ്കരിച്ച് കാണുന്നേ. ഹലോ ജോമോനെ, ജോമോനെ, ദേ നിന്നെ ടെലിഫോണിൽ SP വിളിക്കുന്നു. SP അല്ല, നിന്റെ അമ്മായിയപ്പൻ. വേണ്ടാത്ത കൂനാങ്കുരുക്കൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവനാ പാട്. നിനക്ക് നിന്റെ വീട്ടിൽ ഒരു മഹത്വം കൽപ്പിച്ച് കിട്ടുന്നത് വരെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പല VIP കളും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ജാഗ്രത. താങ്ക് യു. ഹലോ, ഡോക്ടർ ജെയിംസ് വർഗീസ് ഉണ്ടോ? ആരാ? കളക്ടറാ. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വിളിക്കാം. ജോമോനെ, ദേ ഒന്ന് എണീറ്റേ, നിന്നെ കളക്ടർ വിളിക്കുന്നു. വാട്ട് നോൺസെൻസ്. കളക്ടറൊക്കെ വരുമായിരിക്കും. ഹലോ. നീ ഇത് എവിടെ പോയി കിടക്കുക? നിനക്ക് ആ ഫോൺ എടുത്തിരുന്നൂടെ? വേണമെങ്കിൽ മന്ത്രിതലത്തിൽ വരെ പോവാം. പക്ഷെ നിന്റെ അമ്മാമ്മ വിശ്വസിക്കുവോ? എടാ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? കളക്ടറാ. ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ. നീ ഇവിടെ നിന്ന് വന്നേച്ചു പോ, അമ്മാമെന്ന് കണ്ടേച്ചു പോ. വിടിയോ? എവിടെ? തേങ്ങാക്കൊല വെക്കോടെ. ഓൾ റൈറ്റ്. ജോമോനെ, നിനക്ക് ഈ കളക്ടറിനെ എങ്ങനെ അറിയാം? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ക്ലാസ്സിൽ എല്ലാം ജോസഫ് ഉണ്ടായിരുന്നു. ആ ജോസഫാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വലിയ കളക്ടർ. അപ്പം ഇനിയും ഉണ്ട്. ജ്യൂസ് വേണ്ടേ കുറിപ്പേ? ആവാം. ഇപ്പൊ തന്നെ ചായയും കാപ്പിയും ഉണ്ട്, അതിന്റെ കൂടെ ഇനി ജ്യൂസും വേണം. പോരാ പോരാ, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഫോൺ ഇതെന്ത് മരണ ഫോണാ? 10-20 ആയല്ലോ. ഒട്ടും വയ്യ. ഹലോ, ഡോക്ടർ ജെയിംസ് വർഗീസ് ഉണ്ടോ? ഞാൻ സിനിമാ നടി സുഹാസിനിയാ. മദ്രാസിനെ വിളിക്കുക. ജോമോനെ, സുഹാസിനി വിളിക്കുന്നു. നടി സുഹാസിനി. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഷോ, എന്താ മോനെ ഇത്? അമ്മാമ, ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെന്ന് പറഞ്ഞാൽ മതി. മോശമല്ലേ? മതി. ഞാൻ ഇത് ഞാൻ ഇപ്പൊ അവരോട് എങ്ങനെ പറയും? മതി, 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 മതി. അല്ല, ഒരെണ്ണം സ്ഥലം വെച്ചതൊക്കെ മതി. അങ്ങോട്ട് ഇറങ്ങി. അങ്ങോട്ട് ഇറങ്ങാൻ. ഒരെണ്ണം. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. അങ്ങോട്ട് മാറി. ജോമോനെ, എന്താ ഇത്? ബർത്ത്ഡേ ആയിട്ട് കിടന്നൊരു ഉറക്കം. എഴുന്നേറ്റേ, എഴുന്നേക്കാൻ. ജോമോനെ, നിനക്ക് ഈ സുഹാസിനെ എങ്ങനെ അറിയാം? എനിക്ക് അവളെ വലിയ ഇഷ്ടാ. അമ്മാമ, ഞാൻ രണ്ടിനും താമസിക്കുമ്പോഴേ ആ ഫ്ലാറ്റിൽ ഒരു കൃഷ്ണയ്യരുണ്ട്. ആളൊരു ബുദ്ധൂസാണ്. അയാളുടെ എങ്ങാണ്ട് അമ്മാവിന്റെ അപ്പച്ചൊരു അങ്ങനെ ബന്ധപ്പെട്ട ഒരു പെണ്ണായി ഈ സുഹാസിനി. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. മണി 9:30 കഴിഞ്ഞല്ലോ. ഇനി ആരെയും കണ്ടില്ലല്ലോ മോനെ. ഇനിയിപ്പോ ആരെയും കാണുമെന്ന് കരുതണ്ട. അയ്യോ, ദേ 10-50 പേർക്കാ ഞാൻ അപ്പവും മുട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരാ ഉണ്ടാക്കാൻ പറഞ്ഞത്? ഞാൻ അപ്പോഴേ പറഞ്ഞാ വേണ്ടത്. അപ്പൊ അമ്മാമയ്ക്കാണ് നിർബന്ധമുള്ള VIPസിനെ മുഴുവൻ എന്റെ ബർത്ത്ഡേ ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ SP യെ വിളിച്ചു, കളക്ടറെ വിളിച്ചു, സുഹാസിനെ വിളിച്ചു. അവർ ചെയ്യാനുള്ള അവരും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും എന്നെ തിരിച്ചിങ്ങോട്ട് ഫോണിൽ വിളിച്ചു. ഒരു ബർത്ത്ഡേക്ക് വിളിക്കാന്ന് വെച്ചാൽ ഇങ്ങനെയാണോ അമ്മാമ? അമ്മാമയും ഞാനും കൂടെ അവരുടെ വീട്ടിൽ പോവുക, അവരെ പേഴ്സണലായി ഇൻവൈറ്റ് ചെയ്യുക, അതൊക്കെയല്ലേ മാനേഴ്സ്. ഇനിയിപ്പോ അപ്പവും മുട്ടയൊക്കെ എന്ത് ചെയ്യും? അതോർത്ത് വിഷമിക്കണ്ട. ഇഷ്ടം പോലെ സിൽബന്ധികൾ ഇരിക്കല്ലേ ഇവിടെ. ഞാൻ അവരോട് പറഞ്ഞ് ഏർപ്പാടാക്കാം. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തീർത്തോളാൻ പറയാം. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം ഒറ്റിച്ചു തീർന്നല്ലോ. ആരാ ഒട്ടിക്കാൻ പറഞ്ഞു? നിങ്ങളെല്ലാം ഇവിടെ ചേർന്ന് അമ്മാമ ഇങ്ങനെ വഷളാക്കുന്നു. 50 പേർക്കുള്ള ആഹാരമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 2 പേരും കൂടെ ചേർന്ന് അത് ഫിനിഷ് ചെയ്തു. ഓക്കെ? 2 പേരും കൂടിയാണല്ലേ? ഞാൻ വിചാരിച്ച് തനിച്ചാണെന്ന്. അപ്പൊ ചേട്ടാ, കൈ കഴുകുന്ന സ്ഥലം എവിടെയാണ്? ഒന്ന് കാണിച്ചു തന്നെ. അപ്പൊ 5 മണിക്ക് വന്ന ഏതായാലും ഇപ്പം മുതലായി.